അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുൽക്ക് തജ്വീദ് സഹിതം ഓതി പഠിക്കാനാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുള്ളത് അല്ലേ? ഇൻഷാ അല്ലാ എല്ലാവർക്കും നന്നായിട്ട് ഓതാൻ കഴിയട്ടെ. എന്താണ് തജ്വീദ് എന്ന് പറഞ്ഞാൽ? ഖുർആനിനെ അതിൻ്റെ ഘടനയോടുകൂടി ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാൻ പഠിക്കണം. ഓക്കെ, നമുക്ക് സൂറത്തുൽ മുൽക്ക് ഒന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير. ഒന്നാമത്തെ ആയത്ത് നമുക്കതിലെ തജ്വീദ് നിയമങ്ങളും കൂടെ ഒന്ന് പറയാം. തബാറക തബാറക, ബഇൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു അലിഫ് കാണാം അല്ലേ? ഇതിന് നമ്മൾ ഒരുപാട് നീട്ടൊന്നും ചെയ്യരുത്. തബ രണ്ടനക്കം, രണ്ട് അനക്കം നീട്ടിയാൽ മതി. രണ്ടക്ഷരത്തിൻ്റെ അളവ് നീട്ടിക്കൊടുത്താൽ മതി കേട്ടോ. തബാറക്ക ഒരുപാട് നീട്ടരുത്. തബാറക്ക രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ഓക്കെ, തബാറക്ക റോ. ഇവിടെ അറബിയിൽ റോ എന്നാണ് ഉച്ചരിക്കാറ്. മലയാളത്തിൽ റ എന്ന് പറയുന്നത് പോലെ അല്ല, റോ റോ. ഓക്കെ, കുറച്ച് ഹെവി ആക്കിക്കൊണ്ട് റോ എന്ന് ഉച്ചരിക്കണം കേട്ടോ. തബാറക. കാഫ് നോക്കൂ. കാഫിന് ഒരു ചെരിവ് വേണം. തബാറക എന്ന് ഓതരുത്. തബാറക. നമ്മൾ കെൻസ് എന്നൊക്കെ പറയുമ്പം കാഫിനൊരു ചെരിവുണ്ട് അല്ലേ? അതേപോലെ തന്നെ കാഫിന് ചെരിവ് വേണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ക എന്നാണ് ഓതേണ്ടത്. തബാറകല്ലദീ. ഇവിടെ നോക്കൂ, ഒരു അലിഫ്, അതിൻ്റെ മുകളിൽ ഒരു സ്വാദിൻ്റെ തല പോലെ അല്ലേ? ഇതിന് പറയുന്ന പേരാണ് ഹംസത്തുൽ വസ്ല്. ഹംസത്തുൽ വസ്ല്. ഇത് ആയത്തിൻ്റെ നടുക്ക് വരുമ്പം ഇതിന് ശബ്ദം ഉണ്ടാവില്ല. പക്ഷേ ഇതിന് ശബ്ദം ഉണ്ടാവും എപ്പോഴാണ്? ഒരായത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് വരുമ്പോൾ മാത്രമേ ഇതിന് ശബ്ദം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ അപ്പം എങ്ങനെ ഓതുന്നത്? ഈ കാഫിൽ നിന്ന് നേരെ ലാമിലേക്ക് പോവുക അല്ലേ? തബാറകല്ലദീ. ഹംസത്തുൽ വസ്ലിനെ നമ്മളിവിടെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല, ശബ്ദം കൊടുക്കുന്നേ ഇല്ല. നേരെ കാഫിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോയി? ലാമിലേക്ക് പോയി അല്ലേ? തബാറകല്ലദീ. ഓക്കെ, ലാമിൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, ഒന്ന് കനപ്പിക്കണം കേട്ടോ. അക്ഷരത്തെ ഒന്ന് കനപ്പിക്കണം. ഇല്ല. തബാറകല്ലദീ. ഇവിടെ നോക്കൂ, യാ ഉണ്ട്. യാ മദ്ദാണിത്. യാ മദ് എന്ന് പറഞ്ഞാൽ എന്താ? നീട്ടുക, ദീർഘിപ്പിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇതേപോലെ തന്നെ ഈ നമ്മളിവിടെ ബഇൻ്റെ ഉള്ളിലൊരു അലിഫ് കണ്ടില്ലേ? ഇതിൻ്റെ പോലെ ഇതിൻ്റെ അതേ അളവിൽ നീട്ടിക്കൊടുത്താൽ മതി. ഇവിടെ യാ മദ്ദിനും രണ്ടിനും ഒരേ അളവാണ് മദ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ബിയദിഹിൽ മുൽക്കു. ബിയദിഹിൽ മുൽക്കു. ഇവിടെ ഹംസത്തുൽ വസ്ലുണ്ട് അല്ലേ? ഹംസത്തുൽ വസ്ലുണ്ട്, പക്ഷേ അതിന് ശബ്ദമില്ല. ഇവിടെയും ശബ്ദമില്ല. ഹംസത്തുൽ വസ്ലിന് ശബ്ദം കൊടുക്കേണ്ട ആവശ്യമില്ല ആയത്തിൻ്റെ നടുക്ക് വരുമ്പോൾ കേട്ടോ. ഇവിടുന്നു അതേപോലെ ബിയദിഹിൽ നമ്മൾ നേരെ എങ്ങോട്ട് പോയി? ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ലാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്തു? ഹി കഴിഞ്ഞിട്ട് നേരെ ലാമിലേക്ക് പോയി അല്ലേ? ബിയദിഹിൽ മുൽക്കു. ബിയദിഹിൽ മുൽക്കു വഹുവ അല. ലാമിൻ്റെ ഉള്ളിൽ ഒരു അലിഫുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബഇന് പറഞ്ഞതുപോലെ തന്നെ അവിടെയും ആ രണ്ട് ഹറക്കത്തിൻ്റെ ടൈം നീട്ടിയാൽ മതി കേട്ടോ. മദ് ചെയ്താൽ മതി, നീട്ടിക്കൊടുത്താൽ മതി. ഓക്കെ, കുല്ലി ശൈഇൻ ഖദീർ. കുല്ലി, ലാമിൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, കനപ്പിക്കണം. കുല്ലി ശൈഇൻ. ഇവിടെ നമ്മൾ ഷെയ്ഇൻ എന്ന് ഓതില്ല കേട്ടോ. ഷെയ്ഇൻ എന്ന് ഓതാൻ പാടില്ല.
അവിടെ കാരണം 2 കെസ്റായും ഒരുമിച്ച് വന്നാലാണ് ഷെയ് ഇൻ എന്ന് ഓതുക. ഇവിടെ പക്ഷേ കെസ്റ സെപ്പറേറ്റ് വേറെ ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാണ് ഓതേണ്ടത്? ഷെയ്, നമ്മുടെ നാവ് മുകളിൽ തട്ടരുത്. അത് മാത്രമല്ല നമ്മുടെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെ ഇടയിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ട് വേണം ഓതാനായിട്ട്. ഒരു ചെറിയൊരു സ്പേസ് അവിടെ വേണം. അപ്പോഴേ നമ്മളത് ഓതുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഓതാൻ കഴിയുള്ളൂ. ഖദീർ, ഷെയ് ഇൻ എന്ന് ഓതരുത് കേട്ടോ. അവിടെ ഷെയ് ഇൻ എന്ന് നൂനിനെ വെളിവാക്കാതെയാണ് നമ്മൾ ഓതേണ്ടത്. ഇവിടെ ഒരു നിയമവും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ നിയമത്തിൻ്റെ പേര് ഇഖ്ഫ എന്നാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറച്ച് പിടിച്ച് മണിച്ചോതുക. ഷെയ് ഇൻ എന്ന് ഓതാതെ ഖദീർ. ഇവിടെ നോക്കൂ, റോയിനെ വളരെ ലൈറ്റ് ആക്കിക്കൊണ്ടാണ് നമ്മളിവിടെ വഖഫ് ചെയ്യുന്നത്. ഖദീർ. റോയിനെ ലൈറ്റ് ആക്കണം. കാരണം നമ്മൾ സുക്കൂന് കൊടുത്തിട്ട് റോയിനെ നിർത്തുകയാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിന് തൊട്ട് മുമ്പായിക്കൊണ്ട് യ സുക്കൂനായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പം നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ഖദീർ എന്ന് ഓതരുത്. ഖദീർ ലൈറ്റ് ആക്കിക്കൊണ്ടാണ് നമ്മളവിടെ വഖഫ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ഓക്കെ, ഇനി ഇതിൻ്റെ നിയമം, തജ്വീദ് നിയമം ഒന്ന് നോക്കാട്ടോ. അല്ലദീ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുള്ളത് ഹംസത്തുൽ വസ്ലാണ്. നമ്മൾ പറഞ്ഞു ഹംസത്തുൽ വസ്ൽ ഒരായത്തിൻ്റെ നടുക്കൊക്കെ വരികയാണെങ്കിൽ അതിന് ശബ്ദം ഉണ്ടാവില്ല. ഫസ്റ്റ് ആയത്തിൻ്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് ശബ്ദം ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ഹംസത്തുൽ വസ്ലിൻ്റെ ശബ്ദം എന്തായിരിക്കും? ഇവിടെ ഹംസത്തുൽ വസ്ൽ വന്നത് ലാമിൻ്റെ കൂടെയാണ്. ലാമിൻ്റെ കൂടെ ഹംസത്തുൽ വസ്ൽ വന്നാൽ, ലാമിൻ്റെ കൂടെ വന്നാൽ അവിടെ ഹംസത്തുൽ വസ്ലിൻ്റെ ശബ്ദം അ എന്നുള്ള ശബ്ദമാണ് വരിക. ഓക്കെ, ഖുർആനിൽ കുറേ തവണ വന്നിട്ടുണ്ട് അല്ലദീ എന്നുള്ളത് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ അ എന്നുള്ള ശബ്ദമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഹംസത്തുൽ വസ്ൽ ലാമിൻ്റെ കൂടെ ചേർന്നിട്ടാണ് വരുന്നത് എങ്കിൽ അവിടെ അ എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അല്ലദീ ലാമിൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, കനപ്പിച്ച് ഓതണം കേട്ടോ. الذي خلق الموت യാ മദ് രണ്ടനക്കം നീട്ടി ഓതുക കേട്ടോ. ഖലഖൽ മൗത, ഖലഖ ഖഉം ഖാഫും തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഖ രണ്ടും ശ്രദ്ധിച്ച് ഓതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഖലഖ. ഓക്കെ, ഖലഖൽ മൗത, ഖലഖൽ. ഇവിടെ നോക്കൂ, ഹംസത്തുൽ വസ്ൽ നടുക്ക് വന്നപ്പോൾ അതിന് എന്തില്ല? ശബ്ദമില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ ഖാഫിനെ നേരെ ലാമിലേക്ക് കൊണ്ടുപോയി. ഖലഖൽ. ഓക്കെ, ഖലഖൽ ഇങ്ങനെ ജോയിൻ ആക്കിയാണ്ട് ഓതി, കൂട്ടി ഓതി അല്ലേ. ഓക്കെ, ഖലഖൽ മൗത വൽ ഹയാത, ഖലഖൽ മൗത വൽ ഹയാത. ഇവിടെയും അതേപോലെ തന്നെ ഹംസത്തുൽ വസ്ൽ എന്തായി? നടുക്ക് വന്നപ്പോൾ അതിന് ശബ്ദമില്ലാണ്ടായി. അപ്പം എന്ത് ചെയ്തു? വാവിനെ നേരെ ലാമിലേക്ക് കൊണ്ടുപോയി. കണ്ടോ? വൽ ഹയാത, വൽ ഹയാത. വാവിൻ്റെ മുകളിൽ ഒരു അലിഫ് ഉണ്ട് അല്ലേ. ഇത് നമ്മുടെ മദ് അസ്ലി തന്നെയാണ്. രണ്ടനക്കം നീട്ടി ഓതിയാൽ മതി കേട്ടോ. ഹയാത്ത. ഓക്കെ, ഹയാത്ത ലിയബ്ലുവക്കും, ലിയബ്ലുവക്കും. ബഇന് സുക്കൂൻ ഉണ്ടെങ്കിൽ അവിടെ ഫുൾ സുക്കൂന് കൊടുക്കണം. ബഇന് സുക്കൂന് വന്നാൽ അവിടെ നമ്മൾ ഫുൾ സുക്കൂന്. യബ്ലുവക്കും എന്ന് ഓതരുത്. ലിയബ്ലുവക്കും.
ബ് എന്ന് പറഞ്ഞ് ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഫുൾ സുക്കൂന് കൊടുക്കുന്ന ലെറ്റേഴ്സിൽ ഒരു ലെറ്ററാണ് ബ. ഓക്കെ, യബ്ലുവക്കും അയ്യുക്കും. യൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, കനപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അയ്യുക്കും അഹ്സനു, അഹ്സനു അമല, അഹ്സനു. ഇവിടെ ൻ്റെ മുകളിൽ സുക്കൂൻ ഉണ്ട് അല്ലേ, പക്ഷെ ഇവിടെ നമ്മൾ ഫുൾ സുക്കൂന് കൊടുക്കില്ല കേട്ടോ. ഇത് ഫുൾ സുക്കൂൻ കൊടുക്കുന്ന ലെറ്ററുകളിൽ പെട്ടതല്ല, അതുകൊണ്ട് തന്നെ ഹാഫ് സുക്കൂനെ കൊടുക്കുള്ളൂ. ഓക്കെ, അഹ്സനു ഹാഫ് സുക്കൂൻ കൊടുത്ത് വേണം ഓതാനായിട്ട്. അഹ്സനു അമല, അഹ്സനു അമല, അമല. നമ്മൾ ഇവിടെ നിർത്തണമെങ്കിൽ നിർത്താം. ജീം ചിഹ്നമുണ്ട് അല്ലേ, ഒരു ചിഹ്നം നമുക്ക് കാണാനായിട്ട് ജീം. അവിടെ നിർത്തൽ അനുവദനീയമാണ്. കൂട്ടി ഓതിപ്പോവുകയാണെങ്കിൽ കൂട്ടി ഓതിപ്പോവാം. ഓക്കെ, അപ്പോൾ നിർത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലാമിൻ്റെ ഉള്ളിൽ ഒരു അലിഫ് ഉണ്ട് അല്ലേ, അലിഫ് മദ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 അനക്കം നീട്ടിയിട്ട് വേണം അവിടെ നിർത്താനായിട്ട്. ഓക്കെ, വഹുവൽ അസീസുൽ ഗഫൂർ, വഹുവൽ അസീസു, അസീസു ഐൻ, ഐനെ ശ്രദ്ധിച്ച് ഉച്ചരിക്കണം കേട്ടോ. അസീസുൽ, ഇവിടെ നോക്കൂ ഹംസത്തുൽ വസ്ൽ വന്നു, ശബ്ദമില്ല. ഓക്കെ, അടക്കം നന്നായിട്ട് ശ്രദ്ധിച്ച് ഓതണേ. അസീസുൽ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇസഇനെ നേരെ ലാമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അസീസുൽ, അസീസുൽ ജോയിൻ ആക്കി അങ്ങ് ഓതി അല്ലേ, കൂട്ടിച്ചേർത്ത് ഓതി. അസീസുൽ ഗഫൂർ, ഗഫൂർ. ഗൈന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരം കേട്ടോ. തൊണ്ടേൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന ലെറ്ററാണ് ഗൈൻ, ഗഫൂർ. അധികം ആളുകളും ഇവിടെ എന്നുള്ളത് ഓഫൂർ, ഓ എന്നുള്ള ശബ്ദമാണ് കൊടുക്കാറുള്ളത്. അങ്ങനെയല്ല, എന്നുള്ള ശബ്ദമാണ് അവിടെ വരിക കേട്ടോ. ഗഫൂർ. ഇവിടെ റോയിനെ ഗഫൂർ ഹെവി ആക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ ഗഫൂർ എന്ന് തന്നെയാണ് ഓതുന്നത് കേട്ടോ. കാരണം റോയിൻ്റെ മുന്നായിക്കൊണ്ട് ലൊമ്മയാണ് വന്നിട്ടുള്ളത് അല്ലേ, ഫഇന് ലൊമ്മയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഗഫൂർ എന്ന് ഓതണം. ഓക്കെ, നമുക്കവിടെ മദ് ആരിലാണ്. നമുക്കവിടെ 3 ഹറക്കത്തോ അല്ലെങ്കിൽ 5 ഹറക്കത്തിൻ്റെ അളവിലോ 3 അനക്കമോ അല്ലെങ്കിൽ 5 അനക്കമോ നമുക്ക് നീട്ടി ഓതി നിർത്താവുന്നതാണ്. ഗഫൂർ അല്ലെങ്കിൽ ഗഫൂർ. ഓക്കെ, ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ദീർഘിപ്പിക്കുന്നത്, നീട്ടി ഓതുന്നത്, ഈ ആയത്ത് കഴിയുന്നത് വരെ ഒരേ അളവിൽ ഈ സൂറത്തിൽ നമ്മൾ നീട്ടി ദീർഘിപ്പിക്കുന്നത് എല്ലാം തന്നെ ഒരേ അളവിൽ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് 3-ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം കേട്ടോ. ഓതിയിട്ട് തജ്വീദും പറയാം. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ തജ്വീദ് നിയമം ഒന്ന് പറയാം കേട്ടോ. അല്ലദീ, നമ്മൾ മുമ്പേ പറഞ്ഞു ലാമിനോട് കൂടെ ഹംസത്തുൽ വസ്ൽ ചേർന്ന് വന്നാൽ അ എന്നുള്ള ശബ്ദമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അല്ലദീ ഖലഖ സബ്അ, ബഇന് സുക്കൂൻ വന്നാൽ എന്ത് ചെയ്യണം? ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണമെന്ന് മുകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം. ഓക്കെ, കാരണം ബ കൽക്കലയുടെ ലെറ്ററാണ്, കൽക്കലയുടെ ലെറ്റേഴ്സിൽ പെട്ടതാണ് ബ. ഓക്കെ, കൽക്കലയുടെ ലെറ്റേഴ്സിന് ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. സബ്അ സമാവാതിൻ, 2 അലിഫ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് രണ്ടും 2 അനക്കം നീട്ടിയാൽ മതിയാവും കേട്ടോ. 2 അനക്കം നീട്ടാവുന്ന അലിഫാണ്, മദ് അസ്ലിയാണത്. സമാവാതിൻ തുബാഖ, നമ്മളിവിടെ സമാവാത്തിൻ എന്ന് ഓതുന്നില്ല, തിൻ എന്ന് ഓതാൻ പാടില്ല. കാരണം
അവിടെ കെസ്റ വന്നിരിക്കുന്നത് രണ്ടും ഒരുമിച്ചല്ല, രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ, വേറെ വേറെയാണ് വന്നിട്ടുള്ളത് അല്ലേ. രണ്ടും തെറ്റിച്ചിട്ട്, കുറച്ച് തെറ്റിച്ചിട്ടാണ് അത് ഇട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ സമാവത്തിൻ എന്ന് ഓതൂല, അവിടെ എന്ത് ചെയ്യണം, ഒരു മറച്ച് മണിക്കലാണ് അവിടെ ഉള്ളത്. സമാവത്തിൻ തുബാഖ, സമാവത്തിൻ. നമ്മുടെ നാവ് എന്ത് ചെയ്യരുത്, നാവ് മുകളിലേക്ക് തട്ടരുത്, മുകളിൽ തട്ടാതെ ശ്രദ്ധിക്കണം. അപ്പോഴേ നമുക്ക് അതൊരു പെർഫെക്റ്റ് ആയിട്ട് ഓതാൻ കഴിയുള്ളൂ കേട്ടോ. ഇവിടെ സുല ഉണ്ട്, നമുക്ക് നിർത്തണമെങ്കിൽ നിർത്താം, അനുവദനീയമാണ്. പക്ഷേ ചേർത്ത് ഓതി പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് ത്വ. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ബിൻ്റെ കൂടെ അലിഫ് വന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇവിടെ നിർത്തുമ്പോഴും ഖാഫിൻ്റെ കൂടെയും അലിഫ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെയും രണ്ടനക്കം നീട്ടിയിട്ട് വേണം നിർത്താൻ. ഓക്കെ, നിർത്തുകയാണെങ്കിൽ അവിടെ നീട്ടി വഖഫ് ചെയ്യണം. ഫീ ഖൽഖിർ റഹ്മാനി, ഫീ ഖൽഖിർ റഹ്മാനി, ഫീ ഖൽഖി. ഇവിടെ നോക്കൂ, ഹംസത്തുൽ വസ്ൽ നമ്മൾ മുന്നേക്കെ പറഞ്ഞതുപോലെ തന്നെ നടുക്ക് വന്നു അല്ലേ, ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് ഓതിയത്, ഖൽഖി, ഖി കഴിഞ്ഞ ഉടനെ തന്നെ റയിലേക്ക് അങ്ങ് വന്നു അല്ലേ. ഫീ ഖൽഖിർ റഹ്മാനി, ഖൽഖിർ റഹ്മാനി. ഓക്കെ, ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, മിൻ തഫാവുത്. ഇവിടെ നമ്മൾ മിൻ എന്ന് ഓതൂല കേട്ടോ. നൂനിൻ്റെ മുകളിൽ സുക്കൂനൊന്നും നമ്മൾ കാണുന്നില്ല അല്ലേ. അപ്പോൾ സുക്കൂന് കാണുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അവിടെ ഓതേണ്ടത്, മിൻ എന്ന് ഓതൂല. നമ്മുടെ നാവ് മുകളിൽ തട്ടാൻ പാടില്ല. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നാവ് മുകളിൽ തട്ടരുത്. പിന്നെ ചുണ്ടും പല്ലും കുറച്ചൊരു ക്യാപ്പ്, അതിൻ്റെ ഇടയിൽ കുറച്ചൊരു ക്യാപ്പ് ഇടണം, എങ്കിലേ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഓതാൻ കഴിയുള്ളൂ. ഇവിടെ ഒരു നിയമവും വരുന്നുണ്ട് കേട്ടോ. ഇഖ്ഫ എന്നാണ് ഇവിടെ പറയുക. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറച്ച് മണിച്ചോതുക. മിൻ എന്ന് പറയാതെ ഓക്കെ, തഫാവുത്. ഇവിടെ നമ്മൾ നിർത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അവിടെ നിർത്താതെ ഓതി പോകുന്നതാണ് ഏറ്റവും ഉത്തമം. നിർത്തുകയാണെങ്കിൽ തഫാവുത്ത് എന്ന് പറഞ്ഞ് നിർത്തൂല കേട്ടോ. തഫാവുത് എന്നുള്ള ഒരു കാറ്റ് പോകുന്ന രൂപത്തിൽ തഫാവുത്. ഓക്കെ, അങ്ങനെ നിർത്തുക കേട്ടോ. ഫർജഅൽ ബസറ, ഫർജഅൽ, ഫർജഅൽ. ഇവിടെ ഹംസത്തുൽ വസ്ൽ നോക്കൂ വന്നിരിക്കുന്നത് ഫാൻ്റെ കൂടെ ജോയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ല, ഫാൻ്റെ അവിടുന്ന് നേരെ റോയിലേക്ക് അങ്ങ് പോവുക. അവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഫാർജിൽ എന്നൊന്നും കൂട്ടി ഓതരുത് കേട്ടോ. ഫർജഅൽ, ഫർജഅൽ ബസറ, ഫർജഅൽ, ഫർജഅൽ ബസറ, ബസറ. റോയിനെ റ എന്ന് ഓതാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ബസറ, ദസ, സ്വാദ്, സ്വാദ്. ഈ സ്വാദ് ഉയർത്തി പറയേണ്ട ലെറ്ററാണ് സ്വാദ്. ഓക്കെ, അപ്പോൾ ബസറ, ബസറ. ഓക്കെ, ഹൽ തറാ മിൻ ഫുതൂർ, ഹൽ തറാ, ഹൽ തറാ മിൻ ഫുതൂർ. ഇവിടെയും നൂനിൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടില്ല അല്ലേ, നൂനിൻ്റെ മുകളിൽ സുക്കൂനില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ഓതുക, നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ മിൻ എന്ന് ഓതാൻ പാടില്ല. നാവ് മുകളിൽ തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുതൂർ. ഓക്കെ, ഇവിടെ
നിയമവും നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഇഖ്ഫ ആണ് ഇവിടുത്തെ നിയമം. മിൻ ഫുതൂർ, ഫുതൂർ. ഇവിടെ മദ് ആരിലാണ്. നമുക്ക് എന്ത് ചെയ്യാം? 3 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നീട്ടി ഓതി നിർത്താം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ക്ലാസ്സൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.